കൂറുമാറ്റം തടയാൻ നിയമ ഭേദഗതിയുമായി ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ. കൂറുമാറുന്ന MLA-മാർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്ന് ഹിമാചൽ പ്രദേശ് നിയമസഭാ ബിൽ 2024 പാസാക്കി. മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവാണ് ബിൽ അവതരിപ്പിച്ചത്. 1971 നിയമസഭാംഗങ്ങളുടെ പെൻഷൻ നിയമത്തെ ഭേദഗതി ചെയ്യുന്നതാണ് പുതിയ പെൻഷൻ നിയമം. 1985 നടന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 52ാം ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നത്. ഭരണ സംവിധാനം സുസ്ഥിരമാക്കാനും നിയമസഭാംഗങ്ങൾ പാർട്ടി മാറുന്നത് തടയുന്നതിനുമായാണ് നിയമം കൊണ്ടുവന്നത്. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂൾ പ്രകാരം ഏതെങ്കിലും സമയത്ത് നിയമസഭാംഗങ്ങൾ അയോഗ്യരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപ്രകാരം അവർക്ക് പെൻഷന് അർഹതയുണ്ടാകില്ല എന്നും ബിൽ ചൂണ്ടിക്കാട്ടുന്നു. ജനാധിപത്യം നിലനിർത്താൻ ബില്ല് പാസാക്കേണ്ടത് അനിവാര്യമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഈ വർഷം ആദ്യം സുധീർ ശർമ്മ, രവി താക്കൂർ, രജീന്ദർ റാണ, ഇന്ദർ ദത്ത് ലഖൻപാൽ, ചൈതന്യ ശർമ്മ, ദേവീന്ദർ കുമാർ എന്നീ കോൺഗ്രസ് MLA-മാരെ BJPക്ക് ക്രോസ് വോട്ട് ചെയ്തതിന് സ്പീക്കർ കുൽദീപ് സിംഗ് പുറത്താക്കിയിരുന്നു. ഇതോടെ നിയമസഭാംഗങ്ങളുടെ എണ്ണം 34ആയി കുറഞ്ഞത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്നാൽ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും 40ലേക്ക് എത്തുകയായിരുന്നു. ഇവർ പിന്നീട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു. 6 പേരിൽ സുധീർ ശർമ്മയും ലഖൻപാലും ഉപതെരഞ്ഞെടുപ്പിലൂടെ MLA സ്ഥാനം നിലനിർത്തിയെങ്കിലും മറ്റ് 4 പേർ പരാജയപ്പെട്ടു.